ിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കത്തിലൂടെ ഒരാൾ നിങ്ങളോട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹം അറിയിച്ചപ്പോ 3 തെറ്റുകുറ്റങ്ങൾ അതിന്റെ മുമ്പിൽ തടസ്സമായി നിന്നപ്പോ അത് അല്ലാഹു പുറത്തു കൊടുത്തുവെന്ന് താങ്കൾ അറിയിച്ച ആളുണ്ടല്ലോ, ആ ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞുകൊണ്ട് നാട് വിട്ടുപോയ വഹ്ശിയാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. വഹ്ശിയാണ് ആ സദസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നത്. മുത്തുനബി തങ്ങൾ മുഖം തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുദൂതരതാ വേദനയോടെ വിഷമത്തോടുകൂടി മുഖം തിരിക്കുകയാണ്. വഹ്ശിയാ സദസ്സിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലല്ലാഹ്. പുണ്യനബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അതാ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ് നബി തങ്ങൾ. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഫഖല്ലി സബീലഹു, അവരെ വെറുതെ വിട്ടേക്കണേ. ഇനി അല്ലാഹു ആ മനുഷ്യനെ എല്ലാം പുറത്തു കൊടുത്ത് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. സഹാബത്തിനെ ശാന്തരാക്കിയിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ വഹ്ശിയോട് പറയുന്നത് എന്താ? വഹ്ശി, ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി നിങ്ങൾക്ക് അല്ലാഹു എല്ലാം പുറത്തു തന്നിരിക്കുന്നു. നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് വഹ്ശി. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ കാണുമ്പോ എവിടെ വെച്ചെങ്കിലും നിങ്ങളെ കണ്ടാൽ സ്നേഹനിധിയായ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും വഹ്ശി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും വഹ്ശി. നിങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടമാകും വഹ്ശി. കാരണം ഹംസയുടെ മുഖം എന്റെ മനസ്സിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രദേശത്തൊന്നും താമസിക്കരുത്, ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കണേ വഹ്ശി. ഈ മദീനയുടെ പരിസരത്തൊന്നും നിങ്ങൾ താമസിക്കരുതെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ വഹ്ശിയെ തിരിച്ചയക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസദുല്ലാഹ് എന്ന് പേര് വിളിക്കപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ, എല്ലാ തെറ്റുകളും ചെയ്ത, ശിർക്ക് ചെയ്തിരുന്ന, വ്യഭിചരിച്ചിരുന്ന വഹ്ശിക്ക് ഇസ്ലാം